1998 കോഡാക്ക് കമ്പനി 1,70,000 തൊഴിലാളികൾക്ക് തൊഴിൽ നൽകുകയും ലോകത്തിലെ 85% ഫോട്ടോ പേപ്പർ വിൽക്കുകയും ചെയ്തു. ഏതാനും വർഷത്തിനുള്ളിൽ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി അവരെ വിപണിയിൽ നിന്നും പുറംതള്ളി. കൊഡാക്ക് പാപ്പരാവുകയും തൊഴിലാളികൾ തെരുവിലാവുകയും ചെയ്തു. HMT ക്ലോക്ക്, ബജാജ് സ്കൂട്ടർ, ഡൈനോറ TV, മർഫി റേഡിയോ, നോക്കിയ മൊബൈൽ, രാജ്ദൂത് ബൈക്ക്, അംബാസിഡർ കാർ, ഇതൊന്നും വിപണിയിൽ നിന്ന് പുറംതള്ളപ്പെട്ടത് ഉൽപ്പന്നം മോശമായതുകൊണ്ടല്ല. പിന്നെ എന്താ, അവരൊന്നും കാലത്തിനനുസരിച്ച് മാറിയില്ല. വ്യവസായ വൽക്കരണത്തിന്റെ 4ാം വിപ്ലവഘട്ടത്തിലേക്ക് നാം കടക്കുകയാണ്. യൂബർ എന്നത് വെറും ഒരു സോഫ്റ്റ്വെയർ ആണ്. സ്വന്തമായി ഒരു കാറ് പോലുമില്ല, എങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ ടാക്സി കമ്പനിയായി. സ്വന്തമായി ഒരൊറ്റ ഹോട്ടൽ പോലുമില്ലെങ്കിലും Airbnb ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ടൽ ശൃംഖലയാണ്. പേടിഎം, ഒല ക്യാബ്സ്, ഓയോ റൂംസ് എന്നിങ്ങനെ ഉദാഹരണങ്ങൾ എത്രയുമുണ്ട്. IBM വാട്സൺ എന്ന സോഫ്റ്റ്വെയർ മെച്ചപ്പെട്ട നിയമോപദേശം നൽകുമെന്നതിനാൽ അമേരിക്കയിൽ യുവ വക്കീലന്മാർക്ക് പണിയില്ല. അടുത്ത 10 വർഷത്തിൽ അമേരിക്കയിലെ 90% ആളുകളും തൊഴിൽ രഹിതരാകും. ആരാ പിന്നെ ഈ പിടിച്ചു നിൽക്കുന്ന 10%? അവർ സൂപ്പർ സ്പെഷ്യലിസ്റ്റുകളായിരിക്കും. വാട്സൺ എന്ന സോഫ്റ്റ്വെയർ ഡോക്ടർമാരെക്കാൾ 4 ഇരട്ടി കൃത്യതയോടെ ക്യാൻസർ കണ്ടെത്തി സ്ഥിരീകരിക്കുന്നു. 2030 കമ്പ്യൂട്ടറുകൾ മനുഷ്യരെക്കാൾ ബുദ്ധിയുള്ളവരായിരിക്കും. 2018 തന്നെ ഡ്രൈവറില്ലാത്ത കാറുകൾ നിരത്തിലിറക്കി. 2020 ഈ ഒരൊറ്റ കണ്ടുപിടുത്തം തന്നെ ലോകത്തെ മാറ്റിമറിക്കും. അടുത്ത 10 വർഷത്തിനുള്ളിൽ ലോകമാകെയും തെരുവുകളിൽ നിന്ന് 90% കാറുകളും അപ്രത്യക്ഷമാകും. കാറുകൾ ഉപയോഗിക്കുന്നവർ ഒന്നുകിൽ വൈദ്യുത കാറുകളോ ഹൈബ്രിഡ് കാറുകളോ ആയിരിക്കും ഉപയോഗിക്കുക. റോഡുകൾ മിക്കവാറും ഒഴിഞ്ഞുകിടക്കും. പെട്രോൾ ഉപഭോഗത്തിൽ 90% കുറവ് വരും. ഗൾഫ് നഗരങ്ങളിൽ ആളൊഴിയുകയും ആ രാജ്യങ്ങൾ ദരിദ്രമാവുകയും ചെയ്യും. 5-10 വർഷം മുമ്പ് STD ഫാക്സ് ബൂത്തുകൾ ഇല്ലാത്ത ഒരു സ്ഥലവും ഇല്ലായിരുന്നു. മൊബൈൽ ഫോൺ വന്നപ്പോഴേക്കും അവയെല്ലാം പൂട്ടി. അപ്പോൾ STD ബൂത്തുകാരെല്ലാം മൊബൈൽ ഫോൺ വിൽക്കാനും ഫോൺ ചാർജ് ചെയ്യാനും തുടങ്ങി. ഇപ്പോൾ റീചാർജ് പോലും ഓൺലൈനായി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ നാട്ടിലെ 3 കടയ്ക്ക് 1 വെച്ച് മൊബൈൽ വിൽപ്പന. സർവീസ്, റീചാർജ്, ആക്സസറീസ്, റിപ്പയർ കടകളാണ്. ഇപ്പോൾ എല്ലാം തന്നെ പേടിഎം വഴിയാണ്. ആളുകൾ മൊബൈൽ ഫോൺ വഴി റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും കറണ്ട് ബില്ലടയ്ക്കുകയും ചെയ്യുന്നു. കറൻസി നോട്ടുകൾ പ്ലാസ്റ്റിക് വിപണനത്തിന് വഴിമാറി. പണ കൈമാറ്റം ക്രെഡിറ്റ് കാർഡും മൊബൈൽ ഫോണും വഴിയായിരിക്കുന്നു. ലോകം വളരെ പെട്ടെന്ന് മാറുകയാണ്. കണ്ണും കാതും മൂക്കും തുറന്നു വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പിന്തള്ളപ്പെടും. കാലത്തിനനുസരിച്ച് മാറ്റത്തിന് ഒരുങ്ങുക. അതിനാൽ ഓരോ വ്യക്തിയും ദിവസേന തന്നിലും തന്റെ തൊഴിലിലും മാറ്റം വരുത്തിക്കൊണ്ടേയിരിക്കട്ടെ.